ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ നമ്മളെ സുഖപ്പെടുത്തുന്നത് പ്രകൃതിയുടെ നിശബ്ദതയും അതുപോലെ തന്നെ ജലത്തിൻ്റെ മർമ്മരവുമാണ്. ആ ഒഴുക്കിന് സാക്ഷിയാകുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറുന്നു. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നമ്മളെ പിടിച്ചു നിർത്തും. അവിടുത്തെ താമസക്കാരെ കണ്ടപ്പോൾ എനിക്ക് അസൂയയാണ് തോന്നിയത്. അവർക്കൊരു സ്ട്രെസ്സ് വന്നാലോ അതോ ഒരു മൂഡ് ഓഫ് ആയാലോ ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് ഇരുന്നാൽ പോരെ, അല്ലേ? എൻ്റെ അമ്മോ, ആ സ്ഥലത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് അടിപൊളി സ്ഥലം. ചുറ്റും ഒരു ചെറിയ കാടുകളും അതിൻ്റെ ഒത്ത നടുവിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതും ഒന്നും പറയാനില്ല. നല്ല തണുപ്പും അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും. സോ ഇതിൽ വെറുതെ ഒന്ന് മുഖമൊക്കെ കഴുകി ഞാൻ നിന്നു. പിന്നെ ആ ഒരു കല്ല് വെച്ചിട്ടുള്ളത് കണ്ടു. എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് അഡിക്റ്റഡ് ആണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്തരത്തിലുള്ള റീലുകൾ കാണാറുള്ള അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കല്ലുകളൊക്കെ അടുക്കി വെക്കാനായിട്ട്. ഒരു നാലാമത്തെ ഒരു കല്ലും കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് വീഴുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ 3 കല്ലിലങ്ങ് ഒതുക്കി. സത്യത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഞങ്ങളുടെ ഒരു കൊളീഗിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. സോ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴേക്കും ഒന്നിറങ്ങാൻ ലേറ്റായിപ്പോയി. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കാടിൻ്റെ നടുവിലൂടെയാണ്. പണ്ട് വയനാട്ടിൽ നിന്ന് ട്രൈബൽസ് ഒക്കെ വന്നിരുന്നത് ഈ കാട്ടിലൂടെയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ പള്ളിയിലെത്തി. ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ പങ്ക്ച്വാലിറ്റി ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മൾ പള്ളിയിലെത്തുമ്പോഴേക്കും ലൈറ്റായിട്ട് അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷമമില്ല, കുഴപ്പമില്ല, നമുക്ക് ഫുഡ് ഉണ്ടല്ലോ, ഫുഡ് മതി. അപ്പം ഇനി അവർ സ്വപ്നം കണ്ട പോലെ അവരുടെ ലൈഫ് അവർ അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ ബൈ ദ ബൈ, ഞാൻ പോകുന്നു.